ലോകത്തെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് വിപണികളിലൊന്നാണ് ഇന്ത്യയെങ്കിലും ആഡംബര കാറുകളും ഇറക്കുമതി ചെയ്യുന്ന കാറുകളും വളരെ കുറവാണ് ഇന്ത്യൻ വിപണിയിൽ. എന്നിരുന്നാലും വിവിധ കാരണങ്ങൾ കൊണ്ട് ഉടമസ്ഥരാൽ ഉപേക്ഷിക്കപ്പെട്ട അനവധി ആഡംബര കാറുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ദില്ലി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ചില വീഡിയോ ദൃശ്യങ്ങളാണിത്. വീഡിയോയിലെ ആദ്യ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ ആഡംബര വാഹനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പോലീസ് പിടിച്ചെടുത്തതാണെന്ന്. ബ്രിട്ടീഷ് കാർ നിർമ്മാതാക്കളായ ലാൻഡ് റോവറിന്റെ പക്കൽ നിന്നുള്ള മികച്ച കാറാണ് റേഞ്ച് റോവർ ഇവോക്ക്. കാഴ്ചയിൽ വളരെ ആക്രമണോത്സുകത തോന്നിപ്പിക്കുന്നുണ്ട് ഈ എൻട്രി ലെവൽ റേഞ്ച് റോവറിന്. ഹരിയാന രജിസ്ട്രേഷനുള്ള VIP നമ്പർ പ്ലേറ്റ് ആണ് ഇവോക്കിനുള്ളത്. ഇന്ത്യൻ വിപണിയിൽ 52 ലക്ഷം രൂപ മുതലാണ് റേഞ്ച് റോവറിന്റെ വില ആരംഭിക്കുന്നത്. 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഓൺ റോഡ് വില. ശ്രേണിയിൽ ഏറ്റവും പ്രശസ്തമായ സെഡാനാണ് ജാഗ്വർ XF. ഇത് പല രംഗത്തു നിന്നുള്ള സെലിബ്രിറ്റികൾ ഉപയോഗിക്കുന്ന ഒരു കാർ കൂടിയാണ്. VIP നമ്പർ പ്ലേറ്റുള്ള ഈ കാറും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. ആശ്ചര്യം എന്തെന്നാൽ ഒരു തരത്തിലുള്ള പോറലുകളോ മറ്റു കേടുപാടുകളോ ഒന്നും ഈ ജാഗ്വർ XFൽ കണ്ടില്ല. വിപണിയിൽ 50 ലക്ഷം രൂപ മുതലാണ് ജാഗ്വർ XFന് വില. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ പോർഷയുടെ എൻട്രി ലെവൽ SUV ആണ് മക്കാൻ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് മക്കാനെ പോർഷ വിപണിയിൽ എത്തിച്ചത്. ദൃശ്യങ്ങളിൽ കാണാനാവുന്നത് പോർഷ മക്കാൻ അധികം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. 75 ലക്ഷം രൂപയാണ് പോർഷ മക്കാന വിപണിയിൽ വില. VIP രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റോട് കൂടിയ ഈ കാർ വളരെയധികം പൊടിയും ചെളിയും കൊണ്ട് നിറഞ്ഞാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കിടക്കുന്നത്. വിപണിയിൽ ലഭ്യമാവുന്ന ജാഗ്വർ സെഡാൻ ശ്രേണിയിലെ ഏറ്റവും വിലയേറിയ കാറാണ് ജാഗ്വർ XJL. ഇവിടെ കണ്ട പ്രമുഖരിൽ മറ്റൊന്ന്. പേരിലെ L സൂചിപ്പിക്കുന്നത് കാറിന് നീളമേറിയ വീൽ ബേസ് ഉണ്ടെന്നാണ്. വിപണിയിൽ മെർസിഡീസ് ബെൻസ് S ക്ലാസിനോടാണ് ജാഗ്വർ XJL കൊമ്പ് കോർക്കുന്നത്. 1.5 കോടി രൂപയോളമാണ് ജാഗ്വർ XJLന്റെ വില. 00007 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഈ കാറിനും കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഓഡി A3 എത്തുന്നവരെ A4 ആയിരുന്നു ഓഡി കുടുംബത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ. വളരെ സുഖപ്രദമായ യാത്ര സമ്മാനിക്കുന്നതിലും കാഴ്ചയിൽ ആഡംബരത്വം തുളുമ്പി നിൽക്കുന്നതുമായ ഈ ജർമ്മൻ നിർമ്മിതി. ഏതായാലും ഇതിന്റെ ഉടമ കാർ അത്ര നല്ല രീതിയിലല്ല ഉപയോഗിച്ചിരുന്നതെന്ന് കാഴ്ചയിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. അപകട കേസിൽ പോലീസ് പിടിച്ചെടുത്ത രീതിയിലാണ് കാർ ഉള്ളത്.